തിരുവോണത്തിന് മാവേലി വരുമെന്നത് പ്രതീക്ഷയും ഐതിഹ്യവും വിശ്വാസവും ഒക്കെയാണ്. പാതാളത്തിൽ നിന്ന് മാവേലി ഇങ്ങ് കേരളത്തിൽ എത്തിയില്ലെങ്കിൽ പോലും എല്ലാ ഓണത്തിനും നാട് കാണാൻ ഇറങ്ങുന്ന രണ്ട് മാവേലിമാർ കൊട്ടാരക്കരയിലുണ്ട്. ഒരാൾ കൊട്ടാരക്കര താലൂക്കിലെ ഡെപ്യൂട്ടി തഹസീൽദാർ ശ്രീ സതീഷ് കെ ഡാനിയൽ, മറ്റൊരാൾ കൊട്ടാരക്കരയിലെ പ്രശസ്ത സ്കൂളായ മാർത്തോമ ഗേൾസ് ഹൈസ്കൂളിലെ ഓഫീസ് സ്റ്റാഫ് ശ്രീ സാബു കുളക്കടി. രണ്ടുപേരും കൊട്ടാരക്കരയ്ക്ക് വേണ്ടപ്പെട്ട മാവേലിമാരാണ്. എല്ലാ ഓണത്തിനും മാവേലിയുടെ വിശേഷങ്ങൾ പ്രധാനമാണ്. ഇവിടെയും ഇക്കുറി ഈ രണ്ട് മാവേലിമാരും മീഡിയ വിഷൻ സംവാദത്തിൽ നമ്മളോട് അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. സതീഷ് കെ ഡാനിയൽ സാറിനും സാബു കുളക്കടയ്ക്കും സ്വാഗതം. എങ്ങനെയാണ് ഈ മാവേലി ജീവനം ആരംഭിച്ചത്? ഞാൻ സർക്കാർ സർവീസിൽ വന്ന 1997 ഒരു സർവീസ് വന്നതിന് ശേഷം 2-3 വർഷങ്ങൾക്ക് ശേഷം കൊട്ടാരക്കര താലൂക്ക് ഓഫീസിൽ സ്റ്റാഫ് കോഴ്സിൽ സംഭവമുണ്ട്. ജീവനക്കാരുടെ എല്ലാവരുടെ ഒരു കൂട്ടായ്മ ആ സ്റ്റാഫ് കോഴ്സിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടി നടത്തി വരാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എൻ്റെ അടുത്ത് എല്ലാവരും കൂടെ ചോദിച്ചു മാവേലി വേഷം കെട്ടാമോ. അപ്പൊ ചോദിക്കാര് ഉദ്ദേശം ഒരു ശരീരം കൊണ്ട് മാവേലി സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ്. അപ്പൊ അതിന് പറയാനൊരു പശ്ചാത്തലമുണ്ട്. ഞാനൊരു ആർട്ടിസ്റ്റ് കൂടിയാണ്. നാടക ഫീൽഡിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. കലാകാരനാണ്. ചെറുപ്പകാലം തൊട്ടേ സ്കൂൾ തലത്തില് നാടകത്തില് അഭിനയിച്ചു, പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പം വലിയ വർഷം കെട്ടാമെന്ന് സഹപ്രവർത്തകർ ചോദിച്ചു, അത് കെട്ടാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യ വർഷം കെട്ടി തുടങ്ങി. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ട് 21 വർഷം മുമ്പ് 23 വർഷമായി. ഏകദേശം 23 വർഷം. ഇതിനിടയ്ക്ക് വെച്ച് പ്രൊമോഷൻ കിട്ടി വയനാട്, പാലക്കാട് ഒക്കെ പോകേണ്ടി വന്നെങ്കിൽ കൂടിയും ഓണസമയം ഇവിടെ വരും, ഇവര് വിളിക്കും വരണം. അപ്പോ സ്വാഭാവികമായിട്ടും അവിടെ ആൾക്കാർ പറയാം അവിടെ വേഷം കെട്ടണമെന്ന് പറയും. വയനാട്ടിലും ഞാൻ അടൂര് വില്ലുണ്ട്. അടൂർ ഇപ്പൊ ഈ വർഷം വിളിച്ചു അടൂർ താലൂക്ക് വെച്ച് മാവേലി വേഷം കെട്ടാൻ റവന്യൂ വകുപ്പിന്റെ ഔദ്യോഗിക മാവേലിയാ. ഔദ്യോഗിക മാവേലിയാണെന്നാണ്. സാബു മാവേലി എങ്ങനെയാ? ഞാൻ 2010 AB ജോർജ് സാർ ഹെഡ് മാസ്റ്റർ ആയിട്ടിരിക്കുമ്പോൾ സ്കൂളില് എന്നോട് അന്നേരം പറഞ്ഞു സാബു ഒന്നൊരു മാവേലിയാവും, പെൺകുട്ടികളല്ലേ, സാബു ഒന്ന് മാവേലിയാവും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാറ് ഞാൻ ഒന്ന് ആലോചിച്ചു. എന്നാ ശരി സാറേ ഞാൻ മാവേലിയായി. ഇത് എവിടെ പോയി ഒരുങ്ങും സാബു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സരസൻ കൊട്ടാരക്കര ആദ്യമായിട്ട് എന്നെ ഒരുക്കുന്നത്. അന്ന് ഈ മുണ്ടും ഇതൊക്കെ വെച്ചായിരുന്നു ആദ്യമായിട്ട് ഇത് കെട്ടുന്നത്. അന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വന്നപ്പം ഞങ്ങൾ അടുത്ത ഒരു ഇത് വന്നപ്പം ശ്രീഭദ്രയെ സഹായം തേടി ഞങ്ങൾ അവിടെ നിന്നാണ് ഇതിനെ ഒരുക്കം തുടങ്ങിയത്. അങ്ങനെ ഞാൻ ജയിലിലൊക്കെ നല്ലപാടത്തിൻ്റെയൊക്കെ ഈ നല്ലപാടത്തിൻ്റെ ജയിലിലൊക്കെ പോയി അവിടെ ഭക്ഷണം കുടിക്കുകയും അവർക്ക് അവരുടെ കൂടെ ഇങ്ങനെ ഇരിക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഫോട്ടോ സ്കൂളിൽ ഞാൻ വെച്ചിരുന്നു. അപ്പോൾ ഈ നല്ലപാടത്തിൻ്റെ ആളുകൾ മാർക്കിടാൻ വന്നപ്പോൾ എൻ്റെ ഫോട്ടോ കണ്ടുകൊണ്ടത് ആരായെന്ന് ചോദിച്ചു. ഞാനാന്ന് പറഞ്ഞു. അവരും എന്നാൽ ശരി ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞ് അവർ പോയി. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പം ഓണമായി. ഓണത്തിന് എന്നോട് പറഞ്ഞു. അപ്പം എന്നെ വിളിച്ചു വനിതാ ഉത്സവത്തിൻ്റെ മാവേലിയായിട്ട് സാബുവിനെ മനോരമക്കാരൻ കൊണ്ടുപോയി. അങ്ങനെ അവിടെ അങ്ങനെ കുറേ നാളും കൊണ്ട് അങ്ങനെ പോയി. പിന്നെ കോവിഡായി. പിന്നെ കോവിഡിൽ നിന്ന് എന്നെ ഇന്റർവ്യൂവിന് വിളിച്ച് അങ്ങനെ എല്ലാം നടത്തി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിലുണ്ട്, എല്ലായിടവും ഉണ്ട്. ഞാൻ എല്ലായിടും ഈ ആദ്യ മാവേലി ആയല്ലോ, ആദ്യം പെമ്മളിൽ കൂടെ ആണ് എല്ലാ പിള്ളേർക്കും ഒരു കൗതുകമാണ്. അങ്ങനെ ആദ്യത്തെ ഒരു അനുഭവം എങ്ങനെയാ? നല്ല ഇതായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ ആ പ്രോത്സാഹനമാണ് നമ്മളെ ഇത്രയും കൊണ്ടുപോകുന്നത്. അതെ സാർമാർക്കെല്ലാം ഇഷ്ടം, കുട്ടികൾക്കൊക്കെ അതിനേക്കാൾ വലിയ ഇഷ്ടം, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ കൊല്ലം ഉള്ളൂ ഒരു കൊല്ലത്തേക്കേ ഉള്ളൂ ഞാൻ പത്തനംതിട്ട പോയി. അവിടെ ഇതുപോലെ ചെന്നപ്പോൾ മനോരമക്കാർ എന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ അവർ എന്നെ ഏറ്റെടുത്തു. അങ്ങനെ എല്ലാവരെല്ലാം ചെയ്തു. പിന്നെ ഞാൻ പിന്നെ നമ്മുടെ എൻ്റെ സ്വന്തം നാടായ കുളക്കട പഞ്ചായത്ത് മൊത്തം ഞാൻ മാവേലിയായിട്ട് ഞാൻ വൈകുന്നേരം പഞ്ചായത്ത് മാവേലിയായിട്ട് പ്രഖ്യാപിച്ചു. ഞാൻ കാണാനായിട്ട് കുളക്കടക്കാർക്ക് എല്ലാം വലിയ ഇഷ്ടമാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ കാണുമ്പോഴും എന്നെ വലിയ കാണുന്നു. പിന്നെ എങ്ങനെ ഈ വേഷത്തോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണോ അതോ തമാശക്ക്? തമാശയല്ല, പൊതുവേ ഒരു ഞാൻ സൂചിപ്പിച്ചല്ലോ കലാകാരനാണ്. ഇതിനോട് നമുക്ക് അതിയായ താല്പര്യമാണ്. അതാണ് നമ്മളെ ഈ പിന്നെ ഈ മാവേലി പറഞ്ഞതിലോട്ട് ജനങ്ങളിൽ നിന്നുള്ള പ്രോത്സാഹനം അതൊരു പ്രധാന ഘടകം. പിന്നെ ഇങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ ഇത് മേക്കപ്പ് ഒരു ഘടകം. അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു തരുന്ന ശ്രീഭദ്രയിലാണ് ഞാൻ എൻ്റെ തുടക്കം മുതൽ 21 വർഷം തുടക്കം മുതൽ ശ്രീഭദ്രയിലെ രാജേണ്ണനാണ് എനിക്ക് മേക്കപ്പ് ചെയ്തത്. ശ്രീഭദ്ര എന്ന് പറയുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കേരളത്തിലല്ല നമ്മുടെ ഈ രാജ്യത്ത് തന്നെ ദക്ഷിണേന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു പ്രമുഖമായിട്ടുള്ള
ആ രാജനാണ് കോസ്റ്റ്യൂം ചെയ്ത് എല്ലാ വർഷവും. അദ്ദേഹം ചെയ്ത് തരുമ്പോൾ നമുക്കൊരു തൃപ്തിയാണ്. അല്ല നമ്മൾ ഒറ്റയ്ക്ക് ചെയ്താൽ നമുക്ക് തൃപ്തി. മാവേലി സമ്പൂർണ്ണമാണെങ്കിൽ അതുകൂടെ വേണം. അത് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഇതാണ്. നമ്മൾ പിന്നെ ഇതിലേക്ക് മാവേലിയിലേക്ക് മാവേലി ആയി മാറി. കൊട്ടാരക്കര ടൗണിലൂടെ ബൈക്കിൽ പോയി യാത്ര ചെയ്ത് മാവേലി ബൈക്ക് ഓടിച്ചോണ്ട് പോയിട്ടുണ്ട്. മാവേലി വേഷം കെട്ടി ബൈക്ക് ഓടിച്ചോണ്ട് പോയിട്ടുണ്ട്. ഈ ആളുകൾ നമ്മളെ തിരിച്ചറിയും, ഇന്ന ആളാണ്. മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ അറിയില്ല. പിന്നെ ഇന്നൊരാണ് എന്നുള്ള ബോധത്തോടു കൂടി കണ്ട് മാത്രമേ അറിയൂ. അല്ലെങ്കിൽ പലപ്പോഴും നമ്മളെ തിരിച്ചറിയാറില്ല. അത്രയ്ക്കും നമ്മുടെ സഹപ്രവർത്തകർ പോലും തിരിച്ചറിയത്തില്ല. നമ്മള് അറിയാതാണ് ചെന്ന് മുമ്പ് ചെന്നിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് അവർക്ക് തിരിച്ചറിയില്ല. അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എത്ര അടുത്ത ആഴ്ചകൾ പോലും എത്ര താലൂക്ക് കൗൺസിൽ ജീവനക്കാർ ഞങ്ങള് എല്ലാ കൊല്ലവും താലൂക്ക് കൗൺസിൽ ഓണാഘോഷം ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റാഫ് കൗൺസിൽ നടന്നു പറഞ്ഞിട്ട് പലപ്പോഴും മാവേലി വേഷം കിട്ടുന്നു എന്ന് അതിന്റെ സെക്രട്ടറി പ്രസിഡന്റോ ഞാൻ മാത്രമേ അറിയൂ. ആരാന്നറിയത്തില്ല. ഈ ഓണാഘോഷ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ സർപ്രൈസ് ആയിട്ടാണ് അവിടെ ചെന്നിറങ്ങുന്നത്. അപ്പൊ പുതുതായിട്ട് എല്ലാ ജീവനക്കാർക്കും പഴയ ആൾക്കാർക്കെല്ലാം അറിയാം. പുതിയ ജീവനക്കാർക്ക് അയ്യോ അതാരാ ഇങ്ങനെ കൺഫ്യൂഷൻ വരും. പിന്നാണ് സതീഷ് സാറാണെന്ന് അറിഞ്ഞു വരുമ്പോ അവർ ഭയങ്കര സന്തോഷമാണ്. കൂടെ ഫോട്ടോ എടുക്കുന്നു, ഭയങ്കര ഒരു പ്രത്യേകതയാണ്. നമ്മുടെ വീട്ടുകാരുടെ ഒരു പ്രതികരണം ഉണ്ടല്ലോ, ഇതുവരെ നമ്മളോട് ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ ഇഷ്ടം ഞാൻ മാവേലിയിട്ട് പോകുന്നത് അതെനിക്ക് അങ്ങ് ഭയങ്കര അനുഗ്രഹം പോലെ. അത് ഭയങ്കര എനിക്ക് ഒന്നുകൂടെ അത് എല്ലാ വർഷം ആ സമയമാകുമ്പം നമ്മളങ്ങ് റെഡിയാവും. ഈ മാവേലി നമ്മളെ വെറും ഹാസ്യ നടനെ പോലെ ഞാൻ കരുതിയിട്ടില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് വലിയൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു ബ്രദർ എടുത്തു ഇരുന്ന് ഒരുങ്ങുന്ന പോലെ ഞാൻ ഇതുവരെ അങ്ങനെ എനിക്ക് അനുഗ്രഹമുണ്ട്. കുഴപ്പമൊന്നുമില്ല. യാതൊരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. കഥാപാത്രം എന്നുള്ള നിലയിലല്ല. ഞാനെന്തോ ഹാസ്യ നടനെ പോലെ അങ്ങനെയൊന്നല്ല. ഫുള്ളൊരു സാത്വിക മനസ്സോടെ കൂടിയാണ് നമ്മള് മാവേലിയായിട്ട് ഇതൊരു എല്ലാവരോടും ബഹുമാനവും താഴ്മയും മാവേലി എന്നുള്ള രീതി എല്ലാവരും ബഹുമാനവും എല്ലാവരും സന്തോഷത്തോടും. രാവിലെ 8 മണിക്ക് ഞാൻ വേഷം കെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി 12 മണിയായി ചിലപ്പം ഈ വേഷം കെട്ടുന്നുണ്ട്. എനിക്ക് എന്നിട്ട് ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. നമ്മൾ ഫുൾ സപ്പോർട്ട് നമ്മുടെ മനസ്സിന് നല്ല ഇതുണ്ടായിരുന്നു. പരമാവധി ആളുകൾ നമ്മുടെ അടുത്ത് വരുന്നതോറും നമുക്ക് കൂടുതൽ എനർജി. എത്ര മണിക്കൂർ വേണമെങ്കിലും നമ്മൾ നല്ല ഊർജ്ജം കിട്ടത്തേ ഉള്ളൂ. ആൾക്കാരുടെ സപ്പോർട്ടും ഉണ്ട്. ഈ പറഞ്ഞതിന്റെ തൊട്ട് ഇത് ഈ ക്വസ്റ്റ്യൻ ഇട്ടോട്ട് നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ അത് നമ്മൾ അറിയില്ല. ഈ നമുക്ക് വെള്ളം കുടിക്കാനൊക്കത്തില്ല, ഭക്ഷണം കഴിക്കാനൊക്കത്തില്ല. ഇതെല്ലാം ചിലപ്പോൾ മണിക്കൂറുകൾ രാവിലോട്ട് വൈകിട്ട് വരെ ഇത് വേഷം ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ആഹാരം കഴിക്കാൻ പോകത്തില്ല, വെള്ളം കുടിക്കാൻ പോകത്തില്ല. പക്ഷെ അതൊന്നും നമ്മളെ അറിയുന്നില്ല എന്നുള്ളതാണ്. ശരിയല്ലേ? നമുക്ക് അറിയുന്നില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും പ്രത്യേക തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട്? പ്രത്യേകിച്ച് അങ്ങനെ തയ്യാറെടുപ്പില്ല. എല്ലാം അന്നേരം ഇതെല്ലാം പ്രത്യേകിച്ച് ഒന്നുമില്ല. എല്ലാം അന്നേരം ഒരു ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടെങ്കിൽ അനുഗ്രഹം പോലെ അങ്ങ് വരുവാണ്. നമ്മൾ തയ്യാറെടുപ്പ് ആ സമയത്ത് എല്ലാം. വേഷം ഒരു പ്രധാന ഘടകമാണല്ലോ. വേഷമാണല്ലോ നമ്മളെ പെർഫെക്റ്റ് ആക്കുന്നത്. ഈ ശ്രീഭദ്രയെ മാത്രമേ വേഷം ചെയ്യാറുള്ള വേറെ എവിടെയെങ്കിലും? അല്ല, ഞാൻ ശ്രീഭദ്രയെ മാത്രമേ വേഷം ചെയ്തു. സരസ്വതി ആദ്യത്തെ ഒരു കൊല്ലം ചെയ്തു. ശ്രീഭദ്ര എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഞാൻ നേരത്തെ പാല ഗ്രൂപ്പാണ്. കോസ്റ്റ്യൂമും അവർക്ക് അറിയാം. ആ ഒരു പ്രൊഫഷണലിസം അതിനകത്ത്. നമ്മൾ ഈ വളരെ കാര്യമായിട്ടാണ് ഈ മാവേലി വേഷം കിട്ടുന്നത്. പലതരത്തിലുള്ള ആളുകളുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള കളിയാക്കലുകളോ പരിഹാസങ്ങളോ നമുക്ക് വിഷമകരമായ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ കളിയാക്കലായിട്ട് നമ്മുടെ നേരിട്ട് പറഞ്ഞില്ല. നമ്മുടെ ശ്രദ്ധ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഉണ്ടായേക്കാം. ചിലപ്പോ ഒരു സർക്കാർ ജീവനക്കാരനല്ലേ, അവനെന്റെ ആവശ്യമുണ്ടോ, അല്ലെ അവരൊരു അധ്യാപകനല്ലേ, അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവർ ഉണ്ടായേക്കാം. പക്ഷെ അതൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല. പറഞ്ഞാൽ കൂടി ഞങ്ങളെ സംബന്ധിച്ച് അതൊന്നും ഏക്കത്തുമില്ല, മൈൻഡ് ചെയ്യാറില്ല. നമ്മൾ കൃത്യമായിട്ട് നമുക്കിത് ആവേശം തന്നെ. എനിക്ക് സാബുമാവേലിക്ക് കുറച്ചുകൂടി ഇന്ന് വരെ എന്നോട് ഒരാൾ പോലും പരാതിയും പറഞ്ഞില്ല. അവർക്കെല്ലാം സന്തോഷം. അവരുടെ വീട്ടിൽ ചെല്ലണമെന്നാ. ഞാൻ മിക്കവാറും എല്ലാവരും വീട്ടിൽ പോകാറുണ്ട്. ഞങ്ങളുടെ വീടുകളിൽ പെട്ട എല്ലാ വീട്ടിലും പോകാറുണ്ട്. പിന്നെ ഇവിടെ കൊട്ടാരക്കയാണ് അധ്യാപകരുടെ വീട്ടിൽ, അടുത്തുള്ള അധ്യാപകരുടെ വീട്ടിൽ അവർക്കെല്ലാം ഭയങ്കര സന്തോഷം. ഈ ഓണത്തിന് എങ്ങനെയാ മാവേലിയുടെ ഒരു യാത്ര എങ്ങനെയാ? ഞാൻ പറഞ്ഞില്ലേ, ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫംഗ്ഷൻ മാത്രമാണ് നമ്മൾ കിട്ടുന്നത്. ഓണത്തിൽ ഓണാഘോഷ പരിപാടിയുടെ വീട്ടുകാരും കൊണ്ടാടും. സാബുമാവേലി എങ്ങനെയാ കാരണത്ത് ഒരു ജംഗ്ഷനിൽ വരും. വേഷത്തില് ഇപ്പം ഇവിടെ തന്നെ ഇവിടെ കൊട്ടാരക്ക മിക്കവാറും എല്ലായിടും ഞാൻ പോകും. ട്രാഫിക്കിന്റെ ഹെൽമെറ്റ് ഇല്ലാത്തവരെ ഞാൻ പിടിച്ചെടുത്ത് ഉപദേശിക്കും. അവര് വരുമ്പോഴേ സൈക്കിളും വരുമ്പോൾ അത് നമ്മള് അത് ഉപദേശം കൊടുക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ബന്ധുവീടുകളിലൊക്കെ ഇതേ വേഷത്തിൽ തന്നെ പോകും. ഇതേ വേഷത്തിൽ ഞാൻ പോട്ടെ. ഇവിടെ എന്റെ നാട്ടിലുള്ള വീടുകൾ മിക്കവാറും ഞാൻ കയറും. അതൊക്കെ വലിയൊരു സംഭവം. എല്ലാവർക്കും ഒരു ഇഷ്ടമാണ്. ആരും എന്നോട് ഇന്നുവരെ ഒരു മാവേലി വേഷത്തിൽ എന്റെ സമുദായത്തിൽ എന്റെ
അവർക്കെല്ലാം വലിയ ഇഷ്ടമാണ്. വലിയ ഇഷ്ടമാണ്. എല്ലാവർക്കും അല്ല അതൊരു ചോദ്യമാണ്. ഇപ്പോൾ സതീഷ് കെ ഡാനിയൽ മാവേലിയും സാബു കുളക്കട മാവേലി, ഈ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ഇങ്ങനെ അധികം മാവേലിമാരുണ്ടാവാറില്ല. അത് ഒരു വിഷയമല്ല. അല്ല എല്ലാരും നല്ല സപ്പോർട്ടാണ്. അച്ഛന്മാർക്ക് ഇഷ്ടമാണ്. അച്ഛന്മാരെ സംബന്ധിച്ചുള്ള ഒരു ഭയങ്കര സന്തോഷം. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. പള്ളിയിൽ ഞങ്ങളുടെ പള്ളിയിലെ പ്രോഗ്രാം ജൂബിലി മന്ദിരം അങ്ങനെ ഒരുപാട് അവിടെ എല്ലാം പോകുന്നുണ്ട്. പാവങ്ങൾക്ക് വേണ്ടി സഹായങ്ങളൊക്കെ ചെയ്ത് ഓണം ഉണ്ണാനും. അപ്പൊ അവർക്കെല്ലാം അവരെയൊക്കെ നമ്മൾ പാട്ട് പാടിയും അങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കും. അവർക്കൊക്കെ ഭയങ്കര സന്തോഷം. അപ്പൊ ഞങ്ങളുടെ പള്ളിയിൽ തന്നെ യുവജന സംഘത്തിന്റെ അവരല്ലേ 2-3 പ്രാവശ്യം ഞങ്ങളിപ്പോ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു ജൂബിലി മന്ദിരത്തിലായിരുന്നു. അവർക്കെല്ലാം ഭയങ്കര സന്തോഷം. അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. നമ്മളെ ഈ വേഷത്തെ കാണുന്നവർക്ക് സന്തോഷം. ഇത് തിന്മയുടെ ഭാഗമല്ലല്ലോ, ഒരു നന്മയുടെ ഭാഗം, ഒരു നല്ലത് ശരിയുടെ ഭാഗം. അപ്പൊ അത് അതിനോട് ഈ പറയുന്ന അച്ഛന്മാരും എല്ലാവരും നല്ല യോജിപ്പുണ്ട്. നമ്മൾ തെറ്റിന്റെ മാർഗത്തിലൂടെ അല്ല പോകുന്നത്, ഇതൊരു ശരിയായ മാർഗത്തിലൂടെ നല്ല സന്ദേശം സമൂഹത്തിന് കൊടുക്കുക. സ്വാഭാവികമായിട്ടും അതിനൊക്കെ സപ്പോർട്ട്, ഒരു മതതരത്വം സപ്പോർട്ട് എല്ലാ ഭാഗത്തുനിന്നും. ഞങ്ങൾ ഈ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ക്രിസ്മസ് മാത്രമല്ല, എല്ലാ ഭാഗത്തു നിന്നും എല്ലാ ജനങ്ങളിൽ നിന്നും അത്തരമുള്ള സപ്പോർട്ട്. നാടകമില്ല, പണക്കാരെന്നില്ല, ഒരുപോലെ ഉള്ളൂ. അതാണ് ഒരു നല്ല കാര്യം. ബോധവൽക്കരണ പ്രവർത്തനങ്ങളൊക്കെ നമ്മളൊരു പ്രധാന ഘടകമാണ്. അപ്പൊ അത് എങ്ങനെയൊക്കെ ആ മേഖലയിലുള്ള ഒരു പ്രവർത്തനം? അത് ഈ വേഷം കിട്ടുന്നതായിട്ട് ബന്ധപ്പെട്ട് സന്ദർഭത്തിനനുസരിച്ച് ചില പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കോവിഡ് കാലത്ത് മാവേലി വേഷം കിട്ടിയായിരുന്നു. കോവിഡ് സമയത്ത് ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഓണം ആ ഇടയ്ക്കായിരുന്നു. ഓണത്തിന് മാവേലി സാധാരണ കിട്ടുന്നതിനോട് മാവേലി വേഷം കിട്ടുന്ന സമയത്ത് നമുക്ക് ഒരു പുതിയ ഒരു ആശയം, കോവിഡ് ആണല്ലോ, ഒരു കോവിഡിന്റെ ഒരു സന്ദേശം ജനങ്ങളിൽ എത്തിക്കണമെന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ സാനിറ്റൈസർ വിതരണം ചെയ്യുന്ന മാവേലി, അടിപൊളി ഐഡിയ, അങ്ങനെ ഒരു സംവിധാനം മാവേലി വേഷത്തില് കൊട്ടാരക്കര ടൗണിൽ മുഴുവനും KSRTC ബസ് സ്റ്റാൻഡ് നമ്മുടെ എല്ലാ രാവിലെ തൊട്ട് വൈകിട്ട് വരെ സാനിറ്റൈസർ വിതരണം ചെയ്യുന്ന മാവേലി. ഒപ്പം ഞങ്ങളുടെ ജീവനക്കാരുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ടൊരു പ്രചരണം സർവ്വ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെ കവർ ചെയ്ത് വലിയൊരു സന്ദേശമായിട്ട് മാറി. ഒരു വർഷം ഇതേപോലെ ഓണത്തിനോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന സമയമായിരുന്നു. അപ്പൊ അതിന് സീപ്പ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് ബോധവൽക്കരണവും പ്രചരണവുമാണ്. ആ സീപ്പിന്റെ ഒരു കൂടെ നേതൃത്വത്തില് മാവേലി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ചെയ്യാമെന്ന് തോന്നി. ഇതേപോലെ തന്നെ കൊട്ടാരക്കര ടൗണിൽ മുഴുവൻ കേന്ദ്രങ്ങളിലും പോയി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന പ്രാധാന്യത്തെ കുറിച്ചും അതിനെന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്നും നേരിട്ട് ജനങ്ങളോട് സംസാരിച്ചു. അതും ഈ പറഞ്ഞതിനോട് വലിയൊരു ക്യാമ്പയിൻ. ഈ നമ്മളെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പോയി പറയുമ്പോഴും ഒരു മാവേലി വേഷത്തിൽ പോയി പറയുമ്പോഴും നമ്മൾ വ്യത്യാസം കൂടുതൽ ശ്രദ്ധിക്കപ്പെടും, ജനം കൂടുതൽ ശ്രദ്ധിക്കപ്പെടും, ബോധവൽക്കരണം കൂടുതലുണ്ടാവും. നമ്മൾ പറയുന്ന കൂടുതൽ ഉൾക്കൊള്ളും, ശ്രദ്ധിക്കപ്പെടും, ഉൾക്കൊള്ളുകയും ചെയ്യും. എങ്ങനെയാ സാബു മാവേലി എങ്ങനെയാ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ? അന്ന് വേഷം എനിക്ക് കേട്ടാൻ പറ്റില്ല, മാസ്ക് എന്നാലും ഞാൻ നാട്ടിലുള്ള കാര്യങ്ങൾക്കെല്ലാം എല്ലാ കാര്യങ്ങൾക്കും എല്ലാം ഉണ്ടായിരുന്നു. മറ്റുള്ളവർക്കും എല്ലാം കൊണ്ടുകൊടുക്കാനും എല്ലാ കഴിവും അത് കൊടുക്കാനും എല്ലാ സഹായങ്ങൾ ചെയ്യാറുണ്ട്. മാവേലി വേഷത്തോടെ ജനങ്ങൾക്കൊരു ഇഷ്ടവും ആദരവും ഒക്കെ ഉണ്ട്. അതെങ്ങനെയാ നമ്മളെ കാണുമ്പോൾ ഒരു പ്രകടമാക്കുന്നത്? എങ്ങനെ? തീർച്ചയായിട്ടും നല്ല ആദരവാണ്. വളരെ ഭയഭക്തി ബഹുമാനത്തോടെയാണ് അവര് നമ്മളെ കാണുന്നത്, നോക്കുന്നത്. ദൂരെ കണ്ടാൽ മതി മാവേലി വരുന്ന പറഞ്ഞോളൂ. പിള്ളേരായാലും സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാവരും. ചിലത് മുണ്ടഴിച്ചിട്ടിരിക്കുന്നവരുണ്ട്. പോലീസുകാർ വരുമ്പോ മുണ്ടഴിച്ചിട്ട് മുണ്ടഴിച്ച് വളരെ ബഹുമാനത്തോട് മുണ്ടഴിച്ചിരുന്ന വളരെ അതൊരു കൺസെപ്റ്റാണ്. രാജാവിനെ എങ്ങനെ കാണുന്നു, മാവേലി തമ്പുരാനെ പ്രജകൾ കാണുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് ആ ആദരവ് കൊടുക്കും. അത് ഉണ്ടാവുന്നുണ്ട്. പുതിയ തലമുറ എങ്ങനെയാ നമ്മളെ കാണുന്നത്? എങ്ങനെ അവര് നല്ല ബഹുമാനത്തോട് നമ്മളെ മാവേലി അവർക്ക് അറിയാം മാവേലിയാന്നുള്ളത്. അവർക്ക് നല്ല ബഹുമാനം. അവർക്ക് ഫോട്ടോ എടുക്കാനും ഇതൊക്കെ എടുക്കാനും വേണ്ടിയുള്ള ഭയങ്കര ഈ സീരിയലുകളിലും പിന്നെ പ്രോഗ്രാമുകളിലും ഒക്കെ നമ്മൾ ഈ മാവേലിയെ കോമഡി കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം എങ്ങനെയാണ്? അത് ഈ കോമഡി ആയിട്ട് സീരിയലിൽ മാവേലി മാത്രമല്ല, ഏത് മേഖലയുള്ള ആൾക്കാരെയും കോമഡി ചിത്രീകരിക്കാറുണ്ടല്ലോ. സീരിയൽ എല്ലാം ഉണ്ടാവുന്നുണ്ട്. അപ്പം നമുക്കൊരു മേഖലയിൽ എടുത്താൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ, സിനിമാ താരങ്ങളെ ഒക്കെ അനുകരിച്ച് ചിലരെ അങ്ങ് കോമഡി വൽക്കരിച്ച് ഉണ്ട്. അത് ഒരു കോമഡിയുടെ ഭാഗമായിട്ട് ഒന്നേ ഉള്ളൂ. അല്ലാതെ മാവേലി എന്നുള്ള കൺസെപ്റ്റ് മാവേലി തന്നെയാണ്. അതൊരു പ്രത്യേക സന്ദേശം കൊടുക്കുന്നു. അവരെ അത് കോമഡി വൽക്കരിക്കുന്നതുകൊണ്ട് അതൊരു പ്രോഗ്രാമിന്റെ ഭാഗം അത്ര കണ്ടാൽ നമ്മളെ ബാധിക്കുന്നതല്ല. മാവേലിയായിട്ടുള്ള ഗൗരവമായിട്ട് തന്നെ ഇവിടെ തന്നെ ഞങ്ങൾ വന്നു
നിങ്ങൾ ഗൗരവമായിട്ടല്ലേ ഒരു ഇതല്ലല്ലോ അല്ല ആൾക്കാരെ ഒരു സിമ്പിളായിട്ട് കളയുന്ന സംഗതിയല്ല ഈ മാവേലി. പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് ഓണത്തിന്റെ ഒരു കൺസെപ്റ്റ് മാറിയിട്ടുണ്ടല്ലോ. പഴയതുപോലല്ല ഓണം. പണ്ട് കൈകൊട്ടി കളി ഉണ്ടായിരുന്നു, ഊഞ്ഞാലോട്ടം ഉണ്ടായിരുന്നു. ഊഞ്ഞാൽ കാണാനില്ല. കൈകൊട്ടി കളി, കൊട്ടും കുരവി, അങ്ങനെ വിവിധങ്ങളായ നാടൻ കളികളുണ്ടായിരുന്നു. ഒരു പ്രദേശത്തുള്ള ആൾക്കാരെല്ലാവരും കൂടിയിരുന്ന് 1, 2, 3 ദിവസങ്ങൾ ഓണത്തിലെ കളികളും തമാശകളും ഒക്കെ ആഘോഷിച്ച് പോകുന്ന കാലം. അതിൽ നിന്നൊക്കെ മാറി നമ്മുടെ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് വന്നു. മൊബൈലിന്റെ യുഗമായി. മൊബൈൽ വിരൽ തുമ്പിൽ ഇതെല്ലാം കാണുക. അപ്പം മറ്റേതിനുള്ള പുതിയ തലമുറ അതിലേക്ക് വരുന്നില്ല. അത് ഇവിടെ മാത്രമല്ല, എല്ലാ മേഖലയിലും ഉണ്ടല്ലോ. അതും അതും ഉണ്ടാവും. അതേ ഉള്ളൂ. ഞാൻ ജനിച്ചപ്പോൾ മുതൽ എനിക്കൊന്ന് ഓണം നമ്മൾ നല്ലോണം ഓണം ആഘോഷിക്കുന്നുണ്ട്. പണ്ടുന്ന കൊച്ചുനാൾ മുതലേ നമ്മൾ അന്നായിരിക്കും നമുക്കൊരു റബ്ബർ പന്ത് കിട്ടുകയും ഒരു പന്ത് കിട്ടിയ ഒരു തോക്ക് മേടിക്കുകയും ഒരു ചെരുപ്പിടിയും ഒരു നല്ലൊരു അന്നായിരിക്കും കുളിച്ച് നിന്ന് ഒരുങ്ങി ഒന്ന് പോയി നല്ലൊരു പരിപ്പും പപ്പടമൊക്കെ കൂട്ടി ചോറുണ്ടെന്നതും അതൊക്കെ ഭയങ്കര ഒരു എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഈ ഓണം അങ്ങോട്ട് മാറുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഭയങ്കര വിഷമമാണ്. തിരിച്ചു പോകുന്ന പോലെ ഉണ്ടാകുന്ന ഒരു വിഷമമാണ് നമുക്ക്. അതെ 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 തീർച്ചയായിട്ടും ഭയങ്കര വിഷമമായിരുന്നു. അന്ന് പരിപ്പും കൂട്ടി പപ്പടമൊക്കെ ഇട്ട് ഉപ്പേരിയൊക്കെ ഒരു 3-4 കൂട്ട് ഉപ്പേരിയും എല്ലാ കറികളൊക്കെ വെച്ച് നമ്മൾ ഉണ്ണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷവും എല്ലാവരും കൂട്ടുകാരോടും എല്ലാവരോടും ഒന്ന് കളിച്ച് ചിരിച്ച് ഒരു പന്ത് എടുത്ത് എറിയും, കുഴിപ്പന്ത് കളിയും, പിന്നെ ഈ എന്താ മുണ്ടിടാൻ തുമ്പിയും മുറിവിടാൻ തുമ്പി എന്നുള്ളൊരു കുറേ ഞങ്ങളുടെ ഇവിടുത്തെ കുറേ അതിലൊക്കെ ഞങ്ങളുടെ കുറേ ചേച്ചിമാരുണ്ട്. അവരുടെ കൂടെ ഞങ്ങളും ഇങ്ങനെ ഇതൊക്കെ കളിക്കുകയും ഒക്കെ ചെയ്യായിരുന്നു. ഊഞ്ഞാൽ ഞങ്ങൾ എല്ലാ വർഷവും ഊഞ്ഞാലൊക്കെ ഇടുമായിരുന്നു. എല്ലാ വീട്ടിലാണ് എല്ലാ വർഷവും ഊഞ്ഞാലിടും. ഇപ്പോഴും എന്നോട് കുട്ടികൾ എന്ന് പറയും, ഞങ്ങളുടെ അപ്പുറത്ത് കുട്ടികളൊക്കെ എന്ന് പറയും ഒന്ന് ഊഞ്ഞാലിടാം, നമുക്ക് ഊഞ്ഞാലിടാം. ഞാൻ ഊഞ്ഞാലിട്ട് കൊടുക്കും. അതുപോലെ ഞങ്ങൾ ഒരാഴ്ചയ്ക്ക് മുമ്പേ ഞങ്ങളുടെ മിറ്റം എല്ലാം ചെത്തി വാരി അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ ഒരു ഇതെന്ന് പറയുന്നത്. അത് എന്നും ഉണ്ടാവുക. നമുക്ക് ഇതൊക്കെ ഉള്ളല്ലേ ഉള്ളൂ ജീവിതത്തിൽ. സഹപ്രവർത്തകരുടെ ഒരു പിന്തുണ എങ്ങനെയാണ്? സഹപ്രവർത്തന ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടാണുള്ളത്. ഓണം എന്ന് പറഞ്ഞാൽ ആവശ്യമായിട്ടുള്ള ആഘോഷിക്കേണ്ട ഒരു ഇതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് സഹപ്രവർത്തന ഭാഗത്ത് നല്ല നല്ല പിന്തുണ അവർക്ക്. നമ്മൾ ഞാൻ പറഞ്ഞ ടൗണിലൊക്കെ ഇറങ്ങുമ്പോൾ എന്ന് പറയുമല്ലോ, അപ്പോൾ കൂടെ അവരെല്ലാവരും ഉണ്ട്. ചെണ്ടമേളം ഉണ്ടാവും ചിലപ്പോൾ. അങ്ങനെ മാവേലി തമ്പുരാൻ ഇങ്ങനെ പോകുന്നത് ഒരു കൊട്ടാരക്കര പട്ടണത്തിന് തെരുവീതിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഓളമാണ്. അതൊരു സപ്പോർട്ട് സഹപ്രവർത്തന ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ സാവുമാവേലി കുളക്കടയിലൊക്കെ കറങ്ങാറില്ലേ? ഉണ്ട്. ഞാൻ വേഷം കെട്ടി കഴിഞ്ഞ് വൈകുന്നേരമാണ് മിക്കവാറും എല്ലായിടും ബൈക്കിനകത്ത് ഇങ്ങനെ എല്ലായിടും കറങ്ങും. എല്ലാ മേഖലയും എല്ലാ വാർഡിലും പോകും. ഒരു വാർഡല്ല, ഞങ്ങളുടെ കുളക്കട പഞ്ചായത്ത് എല്ലാ വാർഡിലും പോകും. അവർക്കെല്ലാം കാണണം. എല്ലാവരും പറയും, തലേന്ന് പറയും ഈ വർഷം ഞങ്ങളുടെ അവിടെ വരണേ എന്ന് എല്ലാവരും പറയും. മുൻകൂട്ടി ബുക്കിങ്ങിനൊക്കെ ആൾ വരുമോ വേഷം കെട്ടാനായിട്ട്? ഞാൻ അങ്ങനെ വിളിക്കാറുണ്ട് പലരും. ഞാൻ അങ്ങനെ പോയിട്ടില്ല. ഈ ഇപ്പോൾ പലതവണയും ഈ തുണിക്കടകളിൽ നിന്നും അവിടുന്ന് വിളിക്കാറുണ്ട്. പോയിട്ടില്ല. പിന്നെ ഞാൻ ഈ കൊട്ടാരക്കര ചെയ്തിട്ടുണ്ട്. പുനലൂർ മാവേലി വേഷം കെട്ടിയിട്ടുണ്ട്. പുനലൂർ താലൂക്ക് ഓഫീസിൽ കുറച്ച് ആൾ ജോലി ചെയ്തതിന്റെ ഭാഗമായിട്ട് അന്ന് പുനലൂരും കെട്ടി, ആ വർഷം കൊട്ടാരക്കരയും കെട്ടി. ഔദ്യോഗികമായിട്ട് അഭിനന്ദിക്കുകയോ അല്ലെങ്കിൽ അത് അങ്ങനെയുള്ളൊരു അനുഭവം എന്ന് പറഞ്ഞാൽ താലൂക്ക് ഓഫീസിലെ ഓണാഘോഷത്തിന് മിക്കപ്പോഴും ADM, ഡെപ്യൂട്ടി കളക്ടർ റേഞ്ചുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഉദ്ഘാടനം ചെയ്യുന്നത്. അവരുടെ എല്ലാ ഭാഗത്തുനിന്ന് അഭിനന്ദനങ്ങൾ ഉണ്ടാവും. ഒരു വർഷം ജില്ലാ കളക്ടറായിരുന്നു അദ്ദേഹം. ഞാൻ മാവേലി വേഷമൊക്കെ കിട്ടി ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. സാറ് വാഹനത്തിൽ വന്ന് ഇറങ്ങുന്നു. ഇറങ്ങിയ സമയത്ത് ഞാൻ ചെന്ന് സാറിന് കൈ കൊടുക്കുന്നു. ആ കൈ കൊടുത്തത് അല്ല എൻ്റെ ഒരു പോയിന്റ്. ഇത് മനോരമയുടെ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, മാധ്യമങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ഫോട്ടോ എടുത്തിട്ട് പിറ്റേന്താ മനോരമയുടെ വലിയ വാർത്ത, മാവേലിയെ വരവേൽക്കുന്ന ജില്ലാ ഭരണകൂടം. ഫോട്ടോ എടുത്ത് അതൊരു ഭയങ്കര നമ്മളിങ്ങോട്ട് സ്വീകരിച്ചില്ലേ? അങ്ങനൊരു അനുഭവം ഉണ്ട്. ഈ വില്ലേജ് ഓഫീസറായ നാൾ തൊട്ട് നമ്മൾ ചെയ്യുന്നതാണല്ലോ. അതായത് ഒരു സാധാരണ ജീവനക്കാരനായപ്പോണ്ട് വില്ലേജ് ഓഫീസറായപ്പോണ്ട് ഈ പദവികളൊന്നും മാവേലിയെ ബാധിച്ചിട്ടില്ല. പദവികളൊന്നും ആദ്യമേ നമ്മൾ സൂചിപ്പിച്ചല്ലോ, ഇതൊന്നും ഈ വേഷത്തിനെ ബാധിക്കുന്നില്ല. ഇപ്പൊ അടുത്ത തഹസിൽദാരായാലും ഡെപ്യൂട്ടി കളക്ടർ ആയാലും അതിനോട് 6-7 വർഷത്തോളം സർവീസ് ഉണ്ട്. കളക്ടർ വരെ പോയില്ല, ഡെപ്യൂട്ടി കളക്ടർ വരെ ആയാലും മാവേലി വേഷം കെട്ടാൻ അവസരം കിട്ടുകയാണെങ്കിൽ കിട്ടും. അത് ഒരു പ്രത്യേക ആവേശത്തിന്. അതെ, തീർച്ചയായും. കുട്ടികള് ഈ മാവേലി വേഷം കിട്ടുന്നതിന് എങ്ങനെയാണ്? ഭയങ്കര ഇഷ്ടമാണ്. അവരെന്താ പറയുന്ന അഭിപ്രായം? എന്തോ അവർക്ക് നല്ല അഭിപ്രായം. അവർക്ക് മിക്കവാറും എല്ലാവരും മാവേലി വിളിക്കുന്നത്, എല്ലാവരും വിളിക്കുന്നതായിരിക്കും മാവേലി സാബു. അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. മാവേലി എന്ന് വിളിക്കുമ്പോഴേ നമ്മള് വേറെ കാര്യമല്ലല്ലോ, അവർ നല്ല മാവേലി വിളിക്കും. ഇപ്പൊ എല്ലാവരും പിന്നെ മാവേലി അറിയപ്പെടുന്ന തന്നെ അറിയപ്പെട്ടു. സതീഷ് മാവേലിക്ക് അങ്ങനെ ഒരു പേരുണ്ടോ? അങ്ങനെ മാവേലി ഈ സതീഷ് എന്ന് വിളിക്കാറില്ല. പക്ഷെ ഈ പറഞ്ഞതിലൂടെ മുഴുവൻ ആൾക്കാർക്കും അറിയാം.
കൊട്ടാരക്കര ബേസ് ചെയ്തോണ്ട് കൊല്ലം ജില്ല ബേസ് ചെയ്ത് കൊല്ലം ജില്ല ബേസ് ചെയ്ത് ഈ എല്ലാ വർഷവും നമ്മൾ വേഷം കിട്ടുമ്പോൾ മാധ്യമങ്ങളിൽ വരും. എല്ലാ മാധ്യമങ്ങളിലും വലിയൊരു പ്രചോദനകാരായിട്ട് ബോക്സ് ന്യൂസ് തന്നെ. അപ്പൊ പിന്നെ ജില്ല മുഴുവനും അങ്ങനെ അറിയാം, നമ്മളെ അറിയാവുന്നവർക്ക് അറിയാം. മാവേലി പേരിട്ട് അല്ല, ഒരു നടൻകോടിയാണല്ലോ മാവേലി ഇപ്പോ കേരളത്തിലെത്തുക. അപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു കാഴ്ചകൾ കാണുന്നു, ഒരു മാവേലിയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? മാവേലി ഒരു പൊതുജനത്തിനെ കാണും. അതെ, എല്ലാവർക്കും അനുഗ്രഹങ്ങളും അങ്ങനെയാണ് മാവേലി പോവാറ്. രാജാവിന്റെ ഒരു അടിത്തോടുകൂടി മാവേലി ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിയെ കാണുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സാറിന് എല്ലാവിധ അനുഗ്രഹം. നിലവിലെ കേരളത്തിലെ അവസ്ഥയെക്കുറിച്ച് ഒന്നും പറയാനില്ല മുഖ്യമന്ത്രിയോട്? കേരളത്തിലെ അവസ്ഥയെ കുറിച്ച് പറയാൻ ഉണ്ട്. കേരളത്തിലെ ഞാൻ ഭരിച്ചിരുന്ന കാലത്ത്, രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് കള്ളവുമില്ല, ചതിയുമില്ല, എല്ലോളമില്ല, പുളിവചനം, എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ആയിരുന്നു ജീവിച്ചിരുന്നത്. ആ കാലത്തിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാവിധ തയ്യാറെടുപ്പുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും തുടർന്നും ഉണ്ടാവണമെന്ന് ബഹുമാനപ്പെട്ട അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. എങ്ങനെയായിരിക്കും മുഖ്യമന്ത്രിയെ കണ്ടത്? അതെങ്ങനെ തന്നെ ഇപ്പോൾ കാലം വളരെ നല്ലതെന്നും മോശമെന്നും ഒക്കെ പറയാം. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് പ്രത്യേകിച്ചും കേരളം വയനാട്ടിൽ ഒരു വലിയ ദുരന്ത മേഖല നിൽക്കുമ്പോഴാണ് ഈ ഒരു ഓണം കടന്നെത്തുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അവരോടൊക്കെയുള്ള ഒരു സന്ദേശം എന്താ? തീർച്ചയായിട്ടും നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ അമ്മമാര്, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മോടൊപ്പം ഈ ഓണത്തിന് ആഘോഷിക്കാൻ ഉണ്ടായിരുന്ന ഒട്ടനവധി ആൾക്കാർ വയനാട് ദുരന്ത ഭൂമിയിൽ നമ്മെ വിട്ടു. ഇപ്പൊ അതിന്റെ ഒരു ആഘാതത്തിലാണ് നമ്മളിപ്പോ കേരള ജനത മൊത്തം ഉള്ളത്. അവരെ വിട്ടാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഔദ്യോഗിക ഓണാഘോഷങ്ങളൊക്കെ മാറ്റിവെച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ വർഷം കൊട്ടാരക്കര താലൂക്ക് ഓഫീസിൽ ഓണാഘോഷ പരിപാടികളില്ല. മാവേലി വേഷം കിട്ടുന്നില്ല എന്ന് ഇല്ല. ഈ വർഷം മാവേലി വേഷം ഓണത്തിന്റെ ഭാഗമായിട്ട് കിട്ടുന്നില്ല. ഈ വർഷത്തെ ഓണാഘോഷം നമ്മൾക്ക് ഓണം വേണം. ഓണം നമുക്ക് ആഘോഷം ഗംഭീരമാക്കണം. ആർഭാടമായി നടത്തുന്നതിന് ചിലവാകുന്ന തുക ആ വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ചിലവാക്കാൻ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് ഈ അഭിമുഖത്തിലൂടെ ജനങ്ങളിൽ എത്തിക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് ഈ വേഷം ഞങ്ങൾ ഈ വർഷം ഇട്ടത്. ഞാനിട്ടത് അല്ലെങ്കിൽ ഈ വർഷത്തെ ഓണാഘോഷത്തിൽ ഓരോ വർഷം ഓരോ ദൗത്യം ഉണ്ടല്ലോ. ജനങ്ങൾക്ക് ഈ മാവേലി വേഷത്തോട് ഇത്ര ഇഷ്ടം ഉണ്ടാകാനുള്ള കാരണം എന്താ? കേരളത്തിൽ ഓണത്തിനൊരു മാവേലി വരുന്നൊരു സങ്കല്പം ഉണ്ടല്ലോ. അതാണ് നമ്മളെ ഏറ്റവും വലിയൊരു ഇതിലേക്ക് കൊണ്ടുവന്നത്. അല്ല, നമ്മൾ ഇന്ന് കാണുന്ന ഇടത്തിലേ മാവേലിയുടെ വേഷം ഈ രീതിയിലൊക്കെ പരുവപ്പെട്ട് വന്നത് എങ്ങനെയായിരിക്കും? മിക്കവാറും ഇത് ഇങ്ങനെയുള്ള വേഷങ്ങളൊക്കെ ആണല്ലോ ഇടുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും മാവേലി ആ വേഷത്തിൽ തന്നെ. രാജാവിന്റെ വേഷം, മാവേലിയുടെ വേഷം നമ്മള് കണ്ടു വളർന്നു വരുന്നതിന്റെ ഒരു രീതി ഇങ്ങനൊക്കെ തന്നെയാണ്. ജനിച്ച പോലെ നമ്മളിങ്ങനെ ഓർക്കുന്നേ കണ്ടുവരുന്നത്. നമ്മള് വേറെ രീതിയിൽ മാവേലി വന്നാൽ സ്വീകരിക്കത്തില്ല. വേറെ രീതിയില് മാവേലി വന്നാൽ അത് മാവേലി എന്നുള്ള രീതി ആവത്തില്ലല്ലോ. മാവേലി അല്ലല്ലോ. മാവേലി എന്ന് പറഞ്ഞാൽ അതന്നെ സങ്കല്പം. ഒരുപാട് പരിപാടികൾക്ക് മാവേലിമാര് ഇറങ്ങാറുണ്ട്. ഇപ്പോ ഓണം എന്ന് കേൾക്കുമ്പോഴേ ആരെങ്കിലും ഒരാളെ മാവേലിയായിട്ട് നിശ്ചയിച്ചങ്ങ് ഇറങ്ങാം. പക്ഷേ ഈ സ്വമനസാലെ മാവേലി ആകുന്നതും നമ്മൾ നിർബന്ധിച്ച് മാവേലി ആകുന്നതും രണ്ടും രണ്ടാണ്. അതെ. സാബു മാവേലി പറഞ്ഞ പോലെ ഇതൊരു വ്രതം എടുത്ത് ചെയ്യുന്ന ഒരു കർമ്മം പോലെയാണ്. എത്ര നാള് ഇങ്ങനെ മാവേലി ആകും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ആരോഗ്യമുള്ള സമയം വരെ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് മാവേലി വേഷം കിട്ടുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. മാവേലി വേഷത്തിൽ ബോധവൽക്കരണം നടത്തിയിട്ട് ഫലമുണ്ടായ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടായി? ബോധവൽക്കരണ പ്രോഗ്രാമായിട്ട് നടത്തിയ കോവിഡിന്റെ ഇടയ്ക്ക് ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന് വോട്ടപ്പിടിയുമായിട്ട് ഒരുപാട് ഫലം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ മോട്ടോർ വാഹനം അത് പലരെയും നമുക്ക് ബോധവൽക്കരണം നടത്താൻ പറ്റും. ഹെൽമെറ്റ് വെക്കാതെ പോകുന്ന ഏറ്റവും വലിയൊരു അപകടം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോൾ മറിഞ്ഞാലും നമ്മുടെ തല ആദ്യം ചെന്ന് ഇരിക്കുന്ന റോഡിലാണ്. പലപ്പോഴും എനിക്കൊരു ഞാൻ പലപ്പോഴും ഹെൽമെറ്റ് വെച്ചിട്ട് ഞാൻ റോഡിൽ 2-3 പ്രാവശ്യം വീണു. പക്ഷെ എന്റെ ഹെൽമെറ്റ് ഉണ്ടായതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഏറ് പിടിച്ച് തലയിടിച്ചില്ലായിരുന്നു. ഞാൻ 2-3 പ്രാവശ്യം മരിച്ചു കൊണ്ടുവന്നു. പക്ഷെ എന്നെ അവിടെ താങ്ങി എന്നുള്ളത് അത് ആ ഹെൽമെറ്റ് ആണ് എന്നെ ഏറ്റവും കൂടുതൽ എന്നെ താങ്ങി. അതുകൊണ്ട് ഞാൻ എന്താ എവിടെ പോയാലും ഒരു 100 മീറ്റർ അങ്ങോട്ട് പോയാലും ഇപ്പൊ ഹെൽമെറ്റ് വെക്കും. അത് ഞാൻ ഇപ്പൊ എല്ലാവരും പറയാം ഹെൽമെറ്റ് വെച്ചിട്ടേ പോകാന്ന് പറയും. ഹെൽമെറ്റ് ആണ് നമ്മുടെ ഏറ്റവും വലിയ അനുഭവത്തിന് മാവേലി നേരിട്ട് പറയുമ്പോൾ അത് കൂടുതൽ ഹെൽമെറ്റ് ആണ്. ഞാൻ ഒരിക്കലും ഹെൽമെറ്റ് വെക്കാതെ പോയാൽ പറയും ഹെൽമെറ്റ് വെച്ചേ പോകാന്ന് പറയും. അല്ല, ഈ നമ്മൾ ഈ മാവേലി വേഷത്തോട് ഇഷ്ടം എന്നൊക്കെ പറയുമ്പോഴേ എന്നാലും ഒരു ബഹുമാനം നമ്മളോട് തരുന്നുണ്ടല്ലോ. ആ ബഹുമാനത്തിന്റെ ഒരു അടിസ്ഥാന കാരണം എന്തായിരിക്കും? നമ്മൾ വേറൊരു വേഷത്തിൽ ചെന്നാൽ കിട്ടാത്ത ഒരു ബഹുമാനം മാവേലി വേഷത്തിൽ ചെല്ലാൻ കിട്ടുമ്പോൾ? മാവേലി എന്നത് പറയുന്നത് ഒരു സങ്കല്പമാണല്ലോ. അത് മാവേലിയെ കുറിച്ച് ജനത്തിന്റെ മനസ്സിൽ ധാരണയുണ്ട്.
പിന്നെ മറ്റൊന്ന്, ആ വേഷത്തിൽ ചെല്ലുന്നത് കുട്ടികൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുന്ന സ്കൂളിലെ ഒരു ജീവനക്കാരനാണ്. ഓഫീസ് സ്റ്റാഫ് അത് തന്നെ, ജീവനക്കാരൻ എന്ന് പറഞ്ഞാൽ മറ്റേ ഞാനൊരു സർക്കാർ ജീവനക്കാരൻ. രണ്ട് സർക്കാർ ജീവനക്കാര് ഈ വേഷത്തിൽ കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത് ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കും. അതിന്റെ ഒരു ബഹുമാനം കിട്ടുന്നു. വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഇപ്പൊ പരസ്യ മോഡലുകളായിട്ട്, പ്രത്യേകിച്ച് ഓണം അങ്ങോട്ട് എടുക്കുമ്പോഴത്തേനും മാവേലിയാണ്. അപ്പോൾ അത് ഒരു വിൽപ്പന ഇതായിട്ട് മാവേലിയെ മാറ്റുന്നതിനോടുണ്ടാ? പലപ്പോഴും എന്നോട് ഇപ്പൊ എനിക്ക് ഓണം തുടങ്ങിയപ്പോഴേ പരസ്യങ്ങൾ വന്നപ്പോൾ എന്നോട് പലരും എന്നോട് പറഞ്ഞു 900 രൂപ കിട്ടും. അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള മാവേലില്ല ഞാൻ. പല നമ്മുടെ ഒരു സ്കൂൾ അല്ലെങ്കിൽ പല പത്രസ്ഥാപനങ്ങൾ അവരൊക്കെ വിളിക്കുമ്പോൾ അവർ അവൻ്റെതായിട്ടുള്ള ചിട്ടയിൽ നമ്മളെ കൊണ്ടുപോകും. അല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ല കടയുടെ മുന്നിൽ പോയി അങ്ങനെ കാണിക്കുന്ന കാര്യമില്ല. അതിപ്പോ മറ്റുള്ള ബോധവൽക്കരണം അത് നടത്തുന്നില്ലേ ഏറ്റവും. അപ്പൊ അതൊരു തെറ്റായ പ്രവണതയാണ്. അതായത് കച്ചവടത്തിന് വേണ്ടി പലപ്പോഴും നമ്മളെ വിളിച്ചിട്ടുണ്ട്, എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ നാളെ അങ്ങനെ പോയിട്ടില്ല, അത് ചെയ്യുന്നില്ല. നമ്മള് എന്റെ ആവശ്യം നമുക്കില്ല. നമ്മൾ മാവേലി വാറി നിന്ന് മരുന്ന് പക്ഷെ എനിക്ക് അതിനോട് ഭയങ്കര ഒരു ഇഷ്ടമല്ല. പറഞ്ഞപ്പോ ഈ മാവേലി സങ്കല്പത്തോട് തന്നെ ചെയ്യുന്ന ഒരു, തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നിട്ട് എല്ലാ ഏത് തുണിക്കട ചെന്നാലും അതിന് ഫ്രണ്ടിൽ മാവേലി ഉണ്ട്. അത്യാവശ്യം നമ്മള് കടകളിലൊക്കെ മാവേലി കെട്ടി കടകളിലൊക്കെ എല്ലാവരും കണ്ടു പോകുന്നല്ലാതെ അല്ല ആരെങ്കിലും അവിടെ നിൽക്കുമ്പോ കൈ കാണിക്കുന്നു, അവരവരെ അനുഗ്രഹിക്കുന്നു. കടയിൽ നമ്മൾ ഈ മാവേലി വേഷത്തിൽ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് ഓണപ്പാട്ടുകളൊക്കെ പാടാൻ ആവശ്യപ്പെടാറില്ലേ? മിക്കവാറും പാടാറുണ്ട്. എന്നാലും മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ അമുദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമുട്ടില്ലതാനും ളവുമില്ല ചതിയുമില്ല. പണ്ടേ ഞാനൊക്കെ ചെറുപ്പം മുതലേ ഞങ്ങൾ ഊഞ്ഞാലടിക്കൊണ്ടുള്ള ആ പാട്ടുണ്ട്, എത്ര മനോഹരമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ എന്റെ ജീവിതത്തിൽ സത്യം പറയാം അതൊക്കെ ഭയങ്കര ആഘോഷം. അതൊക്കെയാണ് ജീവിതത്തിൽ ഒരു ആഘോഷവും. അതൊക്കെ കുറച്ച് സമയം 2-3 കഴിഞ്ഞു പോയ ഒരു നല്ല നാളുകളുടെ ഓർമ്മകൾ. അതൊരു വലിയ സംഭവം. പാട്ടുകളൊക്കെ പാടുന്നതും ഊഞ്ഞാലടിക്കൊണ്ട് പാടുന്നതും. ഈ ഓണം തന്നെ ഒരു ഓർമ്മയാണല്ലോ. എല്ലാം ലോക മലയാളികൾക്കെല്ലാം ഓർമ്മ. എവിടെ ഏത് രാജ്യത്ത് പോയാലും ഏത് ഇടുക്കി പോയാലും ഓണം എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയൊരു ഇതാ, ഒരു പ്രത്യേക അനുഭവമാണ്. ഒരു പ്രത്യേക ഒരു സന്തോഷം, മതേതരത്വ എല്ലാവർക്കും ആഘോഷിക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ എന്നുള്ള സന്തോഷമൊക്കെ ഭയങ്കരമാണ്. കുട്ടിക്കാലത്തെ ഒരു ഓണാനുഭവം എങ്ങനെയാ? കുട്ടിക്കാലത്ത് ഒട്ടനൊരു കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാരുമായിട്ട് കളിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രാവിലെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കളിക്കാനായിട്ട് പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് ഇറങ്ങുകയാണ്. അതൊരു വളരെ ഊഞ്ഞാലാടുക, തുമ്പി ഉള്ളല്, ഓട്ടം ചാട്ടം. ഈ പണ്ടൊക്കെ ഇപ്പോഴും വങ്ങുഞ്ഞൊക്കെ ഉണ്ട്. പണ്ട് ജംഗ്ഷന് അനുസരിച്ച് ഓണാഘോഷ പരിപാടികളുണ്ട്. കൊച്ചു കുട്ടികളുടെ അവിടുന്ന് ഓട്ടം ചാട്ടം, കസേര കളി, അതെല്ലാം പങ്കെടുക്കാൻ അങ്ങനെ പോകും. കളികൾ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത്തിരി കുറവ് വന്നിട്ടുണ്ട്. എന്നാലും അങ്ങനെയൊക്കെ ഉണ്ട്. വളരെ ചുരുക്കമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അതൊരു ആവേശമായിരുന്നു. അവിടെ പ്രശ്നം ഇപ്പം ഈ ഓണപരിപാടിയുടെ സമയത്ത് അതൊന്നും ഇല്ലാതെ ഓണം ഓണമായിരിക്കണം. ഞാൻ എന്റെ ചെറുപ്പത്തിലൊക്കെ അവിടെ ക്ലബ് ഉണ്ടായിരുന്നു, ക്ലബ്. ചെറുപ്പം മൊത്തം അങ്ങനെ അവിടെ 101 പേര് ആനയെ വെച്ച് ഞങ്ങളുടെ എന്റെ വീടിന്റെ അടുത്ത് വടംവലി ഉണ്ടായിരുന്നു. ഇതെല്ലാം സാമ്പസിന്റെ കഥാപ്രസംഗം വലിയ പരിപാടികളാണ്. ഉള്ള രാജ്യത്തുള്ള ആളുകൾ മൊത്തം അവിടെ അവരെല്ലാം കണ്ട് അവിടെ അടിയും വേടൊന്നും ഇല്ല. പക്ഷെ എന്നൊക്കെയാണ് അതുകൊണ്ട് ആർക്കും ഓണപ്പരിപാടി നടത്താൻ പറ്റാത്തൊരു അവസ്ഥ. സതീഷ് മാവേലി സ്റ്റേജ് കലാകാരൻ കൂടിയായിരുന്നല്ലോ. അപ്പൊ എങ്ങനെയാ സ്റ്റേജ് അനുഭവങ്ങളൊക്കെ എങ്ങനെയാ? സ്റ്റേജ് അനുഭവങ്ങള് ഏതൊക്കെ ട്രൂപ്പിലാ? ഞാൻ കൊല്ലം ചൈതന്യയില് അധ്യാപിക എന്ന് പറയുന്ന അവാർഡ് നാടകത്തില് 3 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നാടകമാണ്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നാടകത്തിന്റെ അധ്യാപിക എന്ന നാടകം ഉഷാവുദ്ദീൻ ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് കിട്ടിയായിരുന്നു. ഏറ്റവും മികച്ച നാടക രചനയ്ക്ക് അതിനകത്തായിരുന്നു. ഏറ്റവും മികച്ച ഗാനാലാപനം, ആ 3 അവാർഡാണ് നടക്കുന്നത്. ആ നാടകത്തിനകത്ത് അഭിനയിച്ചു. തിരുവനന്തപുരം അനന്തശ്രീയുടെ ബിന്ദുശ്രീ എന്ന് പറയുന്ന ഒരു ഫിലിം ആർട്ടിസ്റ്റാണ്. അവരുടെ സമിതിയാണ്. ആ സമിതിയിൽ ഒരു 3-4 വർഷം ആറ്റിങ്ങൽ സൗമ്യ സാറ, തിരുവനന്തപുരം വേദിയ തുടങ്ങിയ നിരവധി കുറെ നാള് വില്ലേജ് ഓഫീസർ ആവുന്നത് വരെ ഇതുകൊണ്ട് നടന്നു. എങ്ങനെ ഈ സർവീസ് ജീവിതവും കലാജീവിതവും കുട്ടി ഈ പാടാണ്. എന്നിരുന്നാലും നമ്മൾ റിസ്ക് എടുക്കേണ്ടി വരും. റിസ്ക് എടുത്താണ് ചെയ്യുന്നത്. അതായത് വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന പ്രോഗ്രാം നടക്കുന്ന സ്പോട്ടിലെ അഡ്രസ്സ് കൊണ്ട് നമ്മൾ പോവാം. വണ്ടി നേരത്തെ പോകും.
വണ്ടി ചിലപ്പോ ഉദാഹരണത്തിന് പത്തനംതിട്ട ഒരു പ്രോഗ്രാം നടക്കുന്നു. വണ്ടി സ്പോട്ടിൽ നേരത്തെ ആകുമ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞിട്ട് തലേന്ന് നമ്മൾ അഡ്രസ് മേടിച്ചു വെച്ചിരിക്കും. ആ അഡ്രസ് പ്രകാരം വണ്ടി വിളിച്ചു നിരവധി അനുഭവങ്ങളാണ്. അവിടെ ചിലപ്പോൾ കിലോമീറ്റർ ദൂരെ ചെന്ന് അങ്ങോട്ട് ബസ്സില്ലാത്ത സ്ഥലങ്ങൾ അവിടെ ചിലപ്പോൾ ടാക്സി വിളിച്ചു കൊണ്ടുവരും. അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് മൊത്തം ചെലവായി യാത്രയ്ക്ക് മൊത്തം നമുക്ക് ബെനിഫിറ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ നാടകം കളിച്ചിട്ട് ഏത് സ്പോട്ടിലാണ് ഏത് മെയിൻ റോഡിലാണോ വണ്ടി വരുന്നത്, നമ്മുടെ കൊട്ടാരക്കരയ്ക്ക് വരുന്ന ബസ് കിട്ടുന്ന സ്ഥലം അവിടെ നമ്മൾ ഇറങ്ങുക. പാലത്തിൽ 2 മണി 3 മണി സമയത്തൊക്കെ എന്നിട്ട് ബസ് കയറി വന്നിട്ട് പിറ്റേന്ന് ഓഫീസിൽ പോവാം. ഉറങ്ങുന്നത് ഈ വണ്ടിക്കകത്തിരുന്ന നാടക വണ്ടിക്കകത്ത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോഴത്തെ ശീലം പറഞ്ഞാൽ വാഹനത്തിൽ എപ്പോ കയറുന്ന അന്നേരം അത്ര ഒരുപാട് 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 ലാസ്റ്റ് സ്റ്റേജ് എത്ര നാളായി? വില്ലേജ് 2010 വില്ലേജ് ആവുന്നത്. അതിനൊരു വർഷം മുമ്പ് റിട്ടയർഡ് ചെയ്തതിനു ശേഷം ഈ കലാജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. എന്തൊക്കെ പ്ലാനിങ്? എങ്ങനെ നാടകസമിതി നാടകത്തിൽ അഭിനയിക്കാൻ പോവാ. നാടകസമിതി രൂപീകരിക്കുക. നാടകസമിതി രൂപീകരിക്കുന്നത് അഭിനയമാണ്. രൂപീകരിക്കാൻ സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സാഹചര്യം ഉണ്ടായാൽ രൂപീകരിക്കും, തർക്കമൊന്നുമില്ല. പക്ഷെ അഭിനയമാണ്. അഭിനയത്തിന് ഇപ്പൊ തന്നെ എല്ലാ സമിതിക്കാരും കാണുമ്പോൾ റിട്ടയർ ആവാറായി. ഇത് രായണ്ണൻ തന്നെ എത്രയോ വർഷം കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. കുടുംബാംഗങ്ങൾ എങ്ങനെയാ? ഭാര്യ കൊട്ടാരക്കര ജില്ലാ ട്രസ്റ്റിയില് സബ് സെക്രട്ടറി അക്കൗണ്ടന്റായിട്ട് ജോലി ചെയ്യുന്നു. 2 മക്കളാണ്. മൂത്ത മകള് +2 പഠിക്കുന്നു. രണ്ടാമത്തെ മകൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ അമ്മയുണ്ട്. എനിക്കൊരു മൂത്തൊരു ജ്യേഷ്ഠ സഹോദരനും ഇളയൊരു സിസ്റ്ററുമാണുള്ളത്. വിവാഹം കഴിഞ്ഞ് വേറെ താമസം. ഈ മക്കളൊക്കെ എങ്ങനെയാ അച്ഛന്റെ മാവേലി വേഷത്തെ? വളരെ സന്തോഷമാണ്. വളരെ സന്തോഷം. കിട്ടിയില്ലെങ്കിൽ ചോദിക്കും. വീട്ടിൽ ചോദിച്ചോ? ഇപ്രാവശ്യം മാവേലി വേഷം കിട്ടുന്നില്ല എന്ന് അവർക്കറിയാം. ഓണാഘോഷത്തിന് ഇല്ല എന്നറിയാം. പക്ഷെ ഈ ഇതിനു വേണ്ടി ഈ കിട്ടുന്നത് വളരെ സന്തോഷം. അപ്പം ഇതൊരു സന്ദേശം കൊടുക്കുന്നതിനും നമ്മുടെ അനുഭവം പങ്കുവെക്കുന്നതിനും മീഡിയ വിഷനിലൂടെ കിട്ടുന്നു പറയുമ്പോൾ സന്തോഷമാണ്. എങ്ങനെയാ കുടുംബം? എനിക്ക് 2 മക്കളാണ്. ഒരാൾ നേഴ്സിംഗ് കഴിഞ്ഞു, ഒരാള് +2 ഇപ്പം പഠിച്ചോണ്ടിരിക്കുന്നു. ജർമ്മൻ ഭാഷ പഠിച്ചോണ്ടിരിക്കുന്നു. വൈഫാണ് ഹൗസ് വൈഫ്. സപ്ലൈക്കാർ ഒരു ഡെയിലി ഇതിലുണ്ടായിരുന്നു, നിർത്തി. പിന്നെ അമ്മയുണ്ട് വീട്ടില്. എന്റെ ഫാദർ ആണെങ്കിൽ എന്റെ 3 വയസ്സിൽ മരിച്ചു. പിന്നെ അങ്ങനെ ജീവിക്കുക. അല്ലല്ലാതെ എന്ന ജീവിതം മുന്നോട്ട് പോവാ. ഒരു ലോക ജീവിതത്തിലെ ദുരന്തവും സന്തോഷവും ഒക്കെ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കും. എന്തായാലും ഓണം വരും, ആരും കാത്തു നിൽക്കത്തില്ല. ഓണം കടന്നു പോകും. എന്തായാലും പുതിയൊരു ഓണം കൂടി കടന്നെത്തിയിരിക്കുകയാണ്. ഈ ഓണത്തിന് എന്താണ് നമ്മുടെ പ്രേക്ഷകർക്കും ആളുകൾക്കും കൊടുക്കാനുള്ള ഒരു സന്ദേശം കൂടി 2 മാവേലിമാരും നൽകിയാൽ സന്തോഷമായിരുന്നു. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സന്തുഷ്ടിയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശം പടർത്തിക്കൊണ്ട് ഒരു പൊന്നോണം കൂടി കടന്നു വരികയാണ്. അത്തപ്പൂക്കളങ്ങളും ആർപ്പുവിളികളും തുമ്പിതുള്ളലും തിരുവാതിരകളിയും കൈകൊട്ടിപ്പാട്ടും കൊട്ടും കുരവുമായി നമുക്ക് ഓണത്തിനെ വരവേൽക്കാം. മീഡിയ വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഒരു ഓണം ആശംസിച്ചുകൊള്ളുന്നു. നമ്മുടെ ഓണം എല്ലാവർക്കും ഒരു ആഘോഷവും വയനാട്ടിലെ ഇതിൻ്റെ ദുഃഖമുണ്ട്, സന്തോഷമുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാവർക്കും എന്നാലും ഓണം നമ്മൾ എല്ലാവരും സാധാരണ ആഘോഷിക്കുന്നുണ്ട്, ആഘോഷിക്കില്ലാത്തവരുണ്ട്. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും, നമ്മുടെ കേരളത്തിലുള്ളവർക്കും ലോകത്തിലുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ ഓണാശംസകൾ നേരുന്നു. നിങ്ങൾ മീഡിയ എല്ലാവർക്കും പ്രത്യേക അവരെ സാറിനും ഓണാശംസകൾ നേരുന്നു. ചന്ദ്രബാബു സാറിനും. ഇവർ വെറും മാവേലിമാരല്ല, മനസ്സുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ ഉള്ളറിഞ്ഞ് മഹാബലിയുടെ മഹത്വം കണ്ടറിഞ്ഞ് നാടിൻ്റെ നന്മയ്ക്കായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന മാവേലിമാരാണ്. നമ്മൾക്കും വലിയൊരു സന്ദേശവും സന്തോഷവും ഒക്കെയാണ് സതീഷ് കെ ഡാനിയൽ മാവേലിയും അതേപോലെ സാബു കുളക്കട മാവേലിയും തന്നിരിക്കുന്നത്. ഈ ഓണവും വരും ഓണക്കാലവും ഇവരുടെ മാവേലി വേഷങ്ങൾ നമ്മുടെ നാട്ടിലാകെ നിറഞ്ഞു നിൽക്കട്ടെ എന്ന ആശംസയോടെ നിർത്തുന്നു. നമസ്കാരം.